ഹലോ, ഇന്ന് ഞാനൊരു അസ്ത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താ പറയുക, ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു സീസൺ തന്നെ ആയിരുന്നല്ലോ. ഇത് ആക്ച്വലി ഞാനൊരു 2 ആഴ്ച ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്, ഇത് വിശദമായിട്ട് പനിയായിട്ട് ഒരാഴ്ചയോളം കിടപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പനിയുടെ ഇടയ്ക്ക് ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ്. അതിനുശേഷം പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ഇപ്പം ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഏകദേശം അറിയാമല്ലോ. നമ്മളെല്ലാവരും സേഫാണ്, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഈ അസ്ത്രം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അടുപ്പയിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് ഞാൻ വെച്ചത്. കാരണം കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ ഏകദേശം റെഡി ആയി കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അതിന് ഞാൻ അരപ്പ് റെഡിയാക്കാനായിട്ട് പോയി. ഇത് ഞാനേ ഈ തേങ്ങ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ലഗേജ് കുറയാണ്ട് ആകപ്പാട് കൊണ്ടുവന്ന മെയിൻ ഐറ്റത്തിലുണ്ടായിരുന്നൊരു സാധനമായിരുന്നു കേട്ടോ ഇത്. ഞാൻ നാട്ടിൽ നിന്നൊരു 3-4 തേങ്ങ തിരിങ്ങിയിട്ട് ഇതുപോലെ ഇതിനകത്ത് വെച്ച് ഫ്രീസാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ നാളിരിക്കും. നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന തേങ്ങയില്ലേ, അതിനെക്കാട്ടിയും ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച് ഞാൻ ഫുഡ് ഉണ്ടാക്കിയതും നാട്ടിൽ നിന്ന് ഇതുപോലെ ഇതിന് മുന്നേ കൊണ്ടുവന്ന് ഉണ്ടാക്കി അത് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോഴും തേങ്ങയുടെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്രാവശ്യം ഞാൻ പോയപ്പം ഉറപ്പായിട്ടും എനിക്ക് കൊണ്ടുവരേണ്ട ഐറ്റത്തിൽ ഒന്നായിരുന്നു തേങ്ങ. ഞാൻ അങ്ങനെ ഒരു 3-4 തേങ്ങ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞാൻ അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് അസ്ത്രത്തിനിടാനായിട്ടെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിന് മുന്നേ ഉണ്ടാക്കാറുണ്ടായിരുന്നു അസ്ത്രം. ഇപ്പോൾ കുറേ നാളായി ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ കടല ചേർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടലയും പയറും അങ്ങനെയുള്ളതൊന്നും വെള്ളത്തിയിട്ടില്ല. ഇതിൽ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച ഈ പയറിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വലിപ്പം ഇത്രയുണ്ടെന്ന് ഞാനത് തുറന്നപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അസ്ത്രമൊക്കെ റെഡിയാക്കി സെറ്റാക്കി. പിന്നെ അതേ കടുകൊക്കെ താളിച്ച് ലാസ്റ്റ് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂട് കഞ്ഞിയും, ഞാൻ ഇടയ്ക്ക് ആ കഞ്ഞിക്കകത്ത് കുറേ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടില്ലേ, അപ്പോൾ അങ്ങനെ ചൂട് കഞ്ഞിയും അസ്ത്രവും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മാക്സിമം വീഡിയോകളൊക്കെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. മുടങ്ങാതെ വീഡിയോകളൊക്കെ ഇടാൻ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ എത്രയോട് ടാറ്റ ബൈ ബൈ, സീ യു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.